നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് വന്നപ്പോൾ ഈ ട്രോളിയും കൊണ്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അത് തിരിച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഉന്തിക്കൊണ്ട് പോകുന്നത്. ഒപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ കുഞ്ഞിൻ്റെ 28 ചടങ്ങിന് ഞങ്ങൾ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ പോകാനായിട്ട് കുഞ്ഞിനൊരു ഗിഫ്റ്റ് വാങ്ങണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി പർച്ചേസിങ്ങിന് ഇറങ്ങുകയാണ് കേട്ടോ. ഇത് ശരിക്കും ശനിയും ഞായറും ആയിട്ട് നടന്ന സംഭവങ്ങളാണ്. പക്ഷേ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യാനായിട്ട് എനിക്ക് ഇപ്പോഴാണ് സമയം കിട്ടിയത് കേട്ടോ. അങ്ങനെ അനുചേച്ചി ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ജിതിന് വേണ്ടിയിട്ടായിരുന്നു വെയിറ്റിംഗ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവനും എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനും അനുചേച്ചിയും കൂടി പ്ലാൻ ചെയ്തിട്ട് സെൽഫിയൊക്കെ എടുക്കണ പോലെയാണ് ഈ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. അവൻ പോലും അറിയാണ്ടാണ് കേട്ടോ ഈ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അയ്യോ എന്നെയാണോ വീഡിയോ എടുക്കുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഉള്ള എക്സ്പ്രഷനാണ് കേട്ടോ ഇത്. അങ്ങനെ ചാച്ചൻ വണ്ടി എടുത്തു. ഞങ്ങൾ എല്ലാവരും കൂടി വണ്ടിയിൽ കയറിയിട്ട് നേരെ നെസ്റ്റോയിലേക്ക് വിട്ടു കേട്ടോ. അവിടെയാണെങ്കിൽ അന്നത്തെ ദിവസം ഭയങ്കര ഓഫർ നടക്കണമായിരുന്നു. എന്തോ ആനിവേഴ്സറി പ്രമാണിച്ചിട്ട് ഭയങ്കര ഓഫറായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. 2 പിള്ളേരുടെ അമ്മയാണ്, അതും ആൺപിള്ളേരുടെ അമ്മയായിട്ട് പോലും ഞാൻ ഇന്നേ വരേക്കും എൻ്റെ മക്കൾക്ക് ഒരു ഡ്രസ്സ് സെലക്ട് ചെയ്തിട്ടില്ല. ഒക്കെ ചാച്ചനാണ് കേട്ടോ സെലക്ട് ചെയ്യാറുള്ളത്. എന്തിനും ഞാൻ എൻ്റെ ഡ്രസ്സ് പോലും എനിക്കുള്ളത് ഞാൻ സെലക്ട് ചെയ്യാറില്ല. എനിക്ക് സെലക്ഷൻ തീരെ കുറവാണ്. അതുകൊണ്ടാണ് കേട്ടോ. അപ്പം ഞാൻ ഈ ഡ്രസ്സൊക്കെ എടുത്ത് കഴിഞ്ഞപ്പോൾ ചാച്ചൻ്റെ അടുത്ത് അഭിപ്രായം ചോദിച്ച് ചാച്ചൻ ഓക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ഇതൊക്കെ സെലക്ട് ചെയ്തത് കേട്ടോ. ഒരു 3 എണ്ണം എന്തോ എടുത്തിട്ടുണ്ടായിരുന്നേ. ചെറുതല്ലേ ഇതൊക്കെ കാണുമ്പോഴേ വീണ്ടും പിള്ളേരുണ്ടെങ്കിൽ ആലോചിച്ച് പോവാം. ചാച്ചൻ്റെ അനാവശ്യമായിട്ടുള്ള ആലോചനകൾക്ക് ഞാൻ അപ്പം തന്നെ കർട്ടൻ ഇട്ടു കേട്ടോ. അങ്ങനെ ഡ്രസ്സ് നമ്മൾ സെലക്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ടോയും കൂടി നോക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ടോയ്സും എടുത്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ കുഞ്ഞിനുള്ളത് എടുത്തതിന് ശേഷം ഏതപ്പനും ഡോണുവിനും 2 ഷർട്ട് കിട്ടിക്കഴിഞ്ഞപ്പോൾ അതും എടുത്തു കേട്ടോ. 2 പേർക്കും ഒരേപോലത്തെയാണ്. അതങ്ങനെയാണല്ലോ എടുക്കുന്നത്. ആർക്കാർക്കും വിഷമം പാടില്ലല്ലോ. അതിനുശേഷം ചാച്ചന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് നിന്നു കേട്ടോ. നോക്കിക്കഴിഞ്ഞപ്പോൾ കുറേ നാളായിട്ട് ഈ ഒരു കളർ തപ്പിക്കൊണ്ട് നടക്കാമെന്നും പറഞ്ഞിട്ട് അത് ഇട്ട് നോക്കിയപ്പോൾ ഭംഗിയൊക്കെ ഉണ്ട്. പക്ഷേ ഇറക്കില്ല കേട്ടോ. അതുകൊണ്ട് ചാച്ചൻ എടുത്തില്ല. പിന്നെ ഞാനാണെന്നുണ്ടെങ്കിൽ ഈ ഫംഗ്ഷന് സാരിയാണ് എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ സാരിയുടെ കളറാണെങ്കിൽ ഒരു ഗ്രീൻ കളറാണ്. നിങ്ങൾ ഷോർട്സിലൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ആ കളർ ഷർട്ടും കൂടി എടുക്കാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് വന്നപ്പോഴാണ് ഈ കളർ ഷർട്ട് കണ്ടത്. പക്ഷേ ലെങ്ത് ഇല്ലാത്തതുകൊണ്ട് അത് എടുത്തില്ല. അങ്ങനെ കറക്റ്റ് നിൽക്കുമ്പോഴാണ് എൻ്റെ സാരിക്ക് മാച്ച് ആയിട്ടുള്ള ഒരു ഷർട്ട് കിട്ടിയത്. പിന്നൊന്നും നോക്കിയില്ല, വേഗം തന്നെ ഇതങ്ങ് എടുത്തു കേട്ടോ. അങ്ങനെ നേരെ നമ്മൾ ബില്ലൊക്കെ അടിച്ചതിന് ശേഷം നേരെ വീട്ടിലേക്ക് പോയിട്ടോ. വീട്ടിൽ ചെന്ന് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മളെല്ലാവരും കൂടി കുറേ നാൾക്ക് ശേഷമാണ് ഇങ്ങനെ കൂടുന്നത്. അപ്പോൾ ഒരു ഗെയിമിംഗ് ഒക്കെ നടത്താലോ എന്ന് വിചാരിച്ചു. ഇനി നമുക്ക് കുറച്ച് കളികളൊക്കെ കാണാം കേട്ടോ. അയ്യോ ശ്വാസം മുട്ടൂടാ ചാച്ചാ. അയ്യോ ഒരെണ്ണം വെച്ച് അപ്പൊ അങ്ങനെ തന്നെ. ഇത് കാണാൻ പറ്റണ്ടല്ലേടാ നിനക്ക്? അവനെ ശരിക്കും കണ്ടിക്കോ. ഇല്ല ലാസ്റ്റ് അവന് കണ്ണടയ്ക്കാൻ പറ്റൂല. കണ്ണടക്കി കണ്ണടക്കി മൂക്ക് മൂക്ക് മൂക്ക്
ഞാൻ പെട്ടെന്ന് തന്നെ ഔട്ടോ. ഓക്കെ ഇതാ, ഞാൻ പറയാം. ഇല്ല ഞാൻ പറയാം. 1 2 3 ഗോ. മറ്റേ കളി വെക്കങ്ങോട്. ഓ തകിട തതിനി തകിട തതിനി തന്താന തകിട തതിനി തകിട തതിനി തന്താന. കാണാല്ലേ അച്ഛാ? എന്റെ അമ്മ എന്റെ മക്കൾ കത്തിക്ക് കാണാൻ പറ്റില്ല. ഓക്കെ, നീ ജയിച്ചു. പോ, ഇറങ്ങിപ്പോ. ആ, നടൂല. പെങ്കിന്റെ ഓർമ്മ. ഓക്കെ, റെഡി? 1 2 3 ഗോ. പൊള്ളും തള്ളും പൊള്ളും. നമുക്കവിടെ നിൽക്കാൻ പറ്റൂലേ? അതിന് കാണിച്ചു പോയി. അമ്മടി. അടുത്തേക്ക് പോയി അടുത്തേക്ക് പോയി. ഓട്ടത്തിന് ബുദ്ധി പറഞ്ഞോട്ടെ. മിസ്റ്ററിനെ കുറിച്ച് പ്ലാനിങ് ഭയങ്കര ഓക്കെ, ബുദ്ധിമുട്ടാണ്. ആ, റെഡി? 3 2 1 ഗോ. ഞാൻ മനസ്സിൽ പഠിച്ചതേ. അമ്മടാ, വരട്ടെ. ജസ്റ്റ് ഇല്ല. ഇല്ല, ഗ്ലാസ് നീങ്ങി. കുയിഞ്ഞു പോയാളാണ് കറക്റ്റാണോ? ഇതുവരെ കറക്റ്റാണോ കിട്ടൂലേട്ടാ? പോയി 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 ഫസ്റ്റ് തന്നെ പോകും. ഇത് എവിടെയാ? കാസർഗോഡ് കാസർഗോഡ് പോയാ? കൊണ്ടില്ല ഉറപ്പാണോ? കൊണ്ടില്ല. പോട്ടെ കൊണ്ടല്ല. കാറ്റുണ്ടോ? കാറ്റ് ഇത് ഭരതനാട്യം ഭരതനാട്യം ജയിച്ച എനിക്ക് വേണമെങ്കിൽ ഞാൻ നീ കെട്ടിക്കോ. ഞാൻ കേട്ടില്ല. നീ ശ്വാസം മുടുന്നൊക്കെ പറഞ്ഞത് വെറുതെ. അനീഷ് ജയിച്ചിരിക്കുന്നു. ഇനി 5 റൺസ്. ഒരു റൗണ്ട് കൂടി ആയാലോ? ഇതാ ഞാൻ ജയിച്ചു. ഇനി എന്തിനാ നിങ്ങൾക്ക് ആൾക്കാരെ കഴിയില്ല. ഇനി ബിസ്ക്കറ്റ് കഴിക്കല്. ബിസ്ക്കറ്റ് കഴിക്കും. ബിസ്ക്കറ്റ് അത് ഞാൻ തന്നെ ജയിക്കും. ബിസ്ക്കറ്റ് കഴിക്കും. ദൈവം സഹായിക്കാനുള്ള കഴിവില്ല. എങ്ങനെ താഴെ എങ്ങനെ സംഭവം? വായലേക്ക് ആക്കണം. എത്തിക്കണം. തിന്നോ? അങ്ങനെയല്ല. തല അനക്കിട്ടല്ല, തല അനക്കാണ്ട്. ഫേഷ്യൽ എഗ് മാത്രം. ആ, അതന്നെ. തലയിൽ വേർപ്പുള്ള വീട്ടിലെ പോയാ പോയി. ആ, നെക്സ്റ്റ്. ട്രെയിലറാണ്. ഇല്ല. അങ്ങനത്തെ നിനക്ക് മാത്രം ട്രയല്. അടുക്കള വന്നു. നെറ്റിയിലേക്ക് നെറ്റിയില് ഇവനെ കാണില്ല. ഷൂട്ട് ആ കിട്ടണ്ടോ? ആ
അടുത്ത ആള് അഞ്ചേച്ചി വാ. ആണോ ആണോ വാ വാ. ആണോ ഞാൻ ഓൾറെഡി തിന്നു. എന്റെ അണങ്ങളെ അല്ല ഇത് തോട്ടം കുറഞ്ഞാൻ ചൂടിയുണ്ട് ആ അത് തോട്ടം ആ, അത് നീ തോറ്റതുകൊണ്ടല്ലേ അച്ഛാ? ഞാൻ പ്രാക്ടീസ് ചെയ്യാറില്ല അലിസനോട്ട് CBC ആണ് സ്റ്റേറ്റ് നോക്കി ബിബി ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ പറയായിരുന്നു. സ്റ്റേറ്റിലെ പിള്ളേർക്ക് അപ്പങ്കടി മാത്രം അറിയാമോ? ഇത് അറിയില്ല. അതെ. ഇത് CBSE അറിയാമോ? ഓക്കെ വൺസ് മോർ ഗൈസ് നമ്മൾ ഒന്നും കൂടി സ്റ്റേറ്റ് പിള്ളേർ ഒന്നുകൂടി ട്രൈ ചെയ്യാമോ? കഥകളി ഭയങ്കര മോഹൻലാലിന്റെ മറ്റേ എക്സ്പ്രഷൻ ഒക്കെ വരുന്നത്. കണ്ടി പൊടി പൊടി അടുത്തേക്ക് കോപ്പിക്കണം, കണ്ണിലേക്ക് കോപ്പിക്കും. കണ്ണിലേക്ക് ആക്കി. ആ കണ്ണിലേക്ക് ആക്ക്. ആ ഇത് താഴേക്ക് പോട്ടെ. ആ നാക്കെടുക്കാൻ പറ്റില്ല. നാട്ടത മോണ പറയും ഞാൻ മീശ അവിടെ തടസ്സമാണ്. തലഞ്ഞിരിക്കും. തല മുന്നോട്ടാക്കി. തല മുന്നോട്ട് മുന്നോട്ടാക്കി. അപ്പി ആ, ആ ആ, ആ. തല ബാക്കോട്ട് മുന്നോട്ടാക്കി. എന്നെ കൈ കാണിക്കണു. ഒന്ന് വേഗം. എന്റെ ഫസ്റ്റില് തോറ്റു. ഫസ്റ്റില് നീ തോറ്റു. ഫസ്റ്റില് നീ തോറ്റു. ഇല്ല 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 ഇല്ല. ആ. അത് നെറ്റിയെടുപ്പ് നോക്ക്. അത് പോയി ആ, പോയി. ഞാൻ അപ്പഴേ പറഞ്ഞു നിനക്ക് എന്നെ കഴിവുന്നില്ല. അവന് മൂക്ക് വരില്ല. അവന് മൂക്കിന്റെ പാടില്ല. അക്ഷയ വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യത്തെ സംരംഭം എന്തായാലും നോക്കും. ഇതെന്താ നോക്കുന്നു? സ്പൂൺ റൈസ് പോലും ചോദിക്കാത്തതാ. അമ്മേ അയ്യോ ചേച്ചാ അയ്യോ ഇത് ഞാടില്ല ഇത് ഞാൻ പോസ്റ്റ് ചെയ്യില്ല. ഒന്നുകൂടി ചെയ്യാൻ പോണ നിന്നെ കൊണ്ട് ഇനൊന്നും കൊള്ളില്ല നമ്മളെ. അത് കിട്ടില്ല അത് കിട്ടില്ല അത് കിട്ടില്ല അതിനുള്ള കഴിവ് നമുക്ക് ഇല്ല. എന്തിനാ പ്രന്തി ആനും ഒന്നും കൂടി ഇറങ്ങിയേക്കാൻ അനു ഈഗോ അടിച്ച് ലേഡി ഈഗോ വർക്ക് ചെയ്ത് ഇവിടെ. എന്തിനത് പശുവാ? ആ നിരക്ക് 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 അതൊക്കെ ജഡ്ജസിന് തീരുമാനമാണ്. പല രീതിയിൽ കാണിക്കും. അത് പോയി നാക്കിന്റെ നീളമുണ്ട്, നല്ല നീളം ഉണ്ടല്ലോ, എടുത്ത് പുറത്തേക്കിട്. നെക്സ്റ്റ് ഡേ ഫംഗ്ഷന് പോകണമെന്നുള്ളൊരു ചിന്തയൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാവരും കൂടി ഒരുമിച്ച് കാരണം ഭയങ്കര ആർത്തുല്ലസിച്ച് ഗെയിമൊക്കെ കളിച്ച് പിന്നെ കുറേ വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം ഒരു വെളുപ്പിന് 3 മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ ഉറങ്ങിയിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് 9:30 ആയപ്പോഴേക്കും എണീറ്റ്, കാരണം ഫംഗ്ഷന് പോകണമല്ലോ. നമ്മളോട് 11:30 ആകുമ്പോഴത്തേക്കും അജ്മാനിൽ എത്താനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇവരുടെ സ്ഥലം അജ്മാനിലാണ്ടാ. അപ്പം നമ്മൾ 11:30 അല്ലെങ്കിൽ 12 മണിക്ക് ആകുമ്പോഴത്തേക്കും എത്താന്നുള്ള പ്ലാനിലായിരുന്നു. പക്ഷെ നമ്മൾ റെഡിയൊക്കെ ആയി ഇറങ്ങി കഴിഞ്ഞ് പകുതി എത്തിക്കഴിഞ്ഞപ്പോഴാണ് കുഞ്ഞിനുള്ള ഗിഫ്റ്റ് എടുക്കാനായിട്ട് മറന്നുപോയത്. അങ്ങനെ പകുതിക്ക് നിന്ന് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വന്ന് ആ ഗിഫ്റ്റ് എടുത്തിട്ട് വീണ്ടും പോവാണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ അവിടെ കറക്റ്റ് 1:30 ആയപ്പോഴാണ് എത്തിയിട്ടുണ്ടായിരുന്നത്. കുട്ടി വെച്ചിട്ടാണ് നൂലുകെട്ടും ബാക്കി ചടങ്ങുകളൊക്കെ ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അവൻ 11:30 എത്തണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ നമുക്ക് അങ്ങനെ കറക്റ്റ് സമയത്ത് ഒരു സ്ഥലത്ത് എത്തി ശീലമില്ലല്ലോ. 4 പേര് ഒരുമിച്ച് എങ്ങനെ മറന്നുപോയെന്നാണ് അതിശയം. പകുതി എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് ഗിഫ്റ്റ് എടുത്തില്ലല്ലോ എന്ന്. അപ്പം തന്നെ പറഞ്ഞ് നേരെ വണ്ടി തിരിച്ച് സാധനം എടുത്തിട്ട്
വീണ്ടും ഇങ്ങോട്ട് പോകുന്നപ്പോഴത്തേക്ക് ഒരു സമയമായിട്ടാ. അപ്പോൾ ഈ നിൽക്കുന്നതാണ് ഉണ്ണിയാണ്ടോ ഇവരുടെ ഫ്രണ്ട്, അങ്ങനെ ഉണ്ണിയുടെ വൈഫ്, പിന്നെ ഫാമിലി മെമ്പേഴ്സ് അങ്ങനെയൊക്കെയാണ്. അപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നു കേട്ടോ. നമ്മളോട് ഇവിടെ ഇരുന്നോളാൻ പറഞ്ഞു. ഫുഡ് വിളമ്പി തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ ഫുഡിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ. എന്തായാലും കുറച്ച് നേരം അവിടെ വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്, എനിക്കാണെന്നുണ്ടെങ്കിൽ ഒരേപോലത്തെ കളറുള്ള ഡ്രസ്സൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോസിനേക്കാളും കൂടുതൽ ഇഷ്ടം ഫോട്ടോസാണ് കേട്ടോ. ഞാച്ചനാണെന്നുണ്ടെങ്കിൽ ഫോട്ടോസിനോട് വലിയ താല്പര്യമില്ല, വീഡിയോസിനോടാണ് താല്പര്യം. ഞങ്ങൾ രണ്ടുപേർക്ക് രണ്ട് ഇഷ്ടങ്ങളാണ് കേട്ടോ. എന്നാലും ഫോട്ടോസിന് വേണ്ടിയിട്ട് ആൾ നിന്നൊക്കെ തരും കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള കോപ്രായങ്ങളാണ് ഈ കാണുന്നത്. അങ്ങനെ നമുക്ക് കേക്ക് കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നേ. കുഞ്ഞിൻ്റെ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കേക്ക് കൊണ്ട് തന്നു. കേക്ക് കഴിച്ച് കഴിഞ്ഞാൽ എന്തായാലും ഫുഡ് കഴിക്കലൊക്കെ കണക്ക് തന്നെയായിരിക്കും, അതുകൊണ്ട് കുറച്ച് കഴിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ചാച്ചൻ കഴിച്ചതിന് ശേഷം എനിക്ക് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചാൽ വെയിറ്റ് ചെയ്യുന്നപ്പോൾ എനിക്ക് സ്നേഹത്തോടു കൂടി വായിൽ വെച്ച് തന്നു. പക്ഷെ തന്നില്ല കേട്ടോ, ദുഷ്ടനാണ്. അങ്ങനെ ഞാൻ കഴിക്കുന്ന സമയത്ത് ജിതിൻ അവിടെ നിന്ന് പറയുന്നുണ്ട്, എടി മധുരം കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുഖത്ത് കുരു വരൂട്ടോ എന്ന്. അത് കേട്ടപ്പോൾ തന്നെ, അല്ലെങ്കിലും എനിക്കറിയാം മധുരം അധികം കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സീനാവുമെന്ന്. എന്നാലും കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു കൊതി കൂടിയിട്ട് ഞാൻ എന്തായാലും ക്രീം കളഞ്ഞിട്ട് കേക്കിൻ്റെ പോർഷൻ മാത്രം കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോഴും അവനതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ ഞാനത് അവിടെ അങ്ങനെ വെച്ചുട്ടാ. കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ടടാ ജിതിനെ കാണാനില്ല. ജിതിൻ വീണ്ടും പോയി കേക്ക് വാങ്ങാണ് കേട്ടോ. അവിടെ ഇങ്ങനെ കേക്ക് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അപ്പം അവൻ പോയി വീണ്ടും വാങ്ങിയിട്ട് വന്നു കേട്ടോ. എന്തിനു പറയണേ, ഇമാതിരി കേക്കൊക്കെ അങ്ങോട്ട് ആദ്യമേ കഴിച്ചത് കൊണ്ട് തന്നെ വലിയ വിശപ്പുണ്ടായിരുന്നില്ല. വിശപ്പ് അങ്ങ് കെട്ടു എന്ന് തന്നെ പറയാം. എന്നാലും സാരമില്ല, നമ്മുടെ നാട്ടിലത്തെ നല്ല ചോറ് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ എന്തൊരു ആശ്വാസമായിരുന്നു അറിയോ. കുറേ നാളായി ഈ ചോറ് കഴിച്ചിട്ട്. നല്ല ആവി പറക്കണ ചോറായിരുന്നു കേട്ടോ. അച്ചായൻസ് സദ്യ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് നോൺ വെജ് ഉണ്ടായിരുന്നു, പിന്നെ സദ്യ ആ ഒരു ടൈപ്പ് ഉണ്ടായിരുന്നു. ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ ഫുഡിങ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഞാനാണെന്നുണ്ടെങ്കിൽ പായസത്തിനാണ് ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്തിരുന്നിട്ടുണ്ടായിരുന്നത്. അടപ്രഥമനായിരുന്നു കേട്ടോ. അങ്ങനെ അടപ്രഥമം കൂട്ടി ഒരു പിടി അങ്ങ് പിടിച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ടാണ് ലാസ്റ്റാണ് നമ്മൾ ഫോട്ടോ എടുക്കാനായിട്ട് ചെന്നിട്ടുണ്ടായിരുന്നത്. അവരുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്ത് അവരോട് യാത്രയും പറഞ്ഞിട്ട് നമ്മൾ നേരെ തിരിച്ചതേ റൂമിലേക്ക് പോവാണ് കേട്ടോ. സദ്യ കഴിച്ചതുകൊണ്ട് തന്നെ ഞാൻ പോത്ത് പോലെ കിടന്നുറങ്ങായിരുന്നു. അത് ഇവർ ആണെങ്കിൽ ക്യാപ്ചർ ചെയ്യുകയും ചെയ്തു കേട്ടോ. അല്ലെങ്കിൽ ഫ്രണ്ട്സായിട്ട് പോയി കഴിഞ്ഞാൽ ഇങ്ങനെയാണല്ലോ, അവർ നല്ല നല്ല മൊമെന്റ്സ് വെച്ചിട്ട് ഇമാതിരി മൊമെന്റ്സ് ഒക്കെ ക്യാപ്ചർ ചെയ്യാനായിട്ട് മിടുക്കരായിരിക്കും. അങ്ങനെ ഞാൻ എപ്പോഴും ഉറക്കത്തിൽ നിന്ന് എണീറ്റ് നോക്കി കഴിഞ്ഞപ്പോൾ വീണ്ടും വീഡിയോ എടുക്കണം. പിന്നെ ഞാൻ ഡീസൻ്റ് ആയിട്ട് ചിരിക്കാൻ തുടങ്ങിയിട്ടാ. അപ്പോൾ ഇത്രയൊക്കെയാണ്. അടുത്ത വിശേഷം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.